നിരഞ്ജനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്താനാണ് ശബരി ഇപ്പൊ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഞാൻ അർച്ചനെ കണ്ടതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ലെന്ന് ശബരിക്കറിയാം. ഞാൻ ശബരിയെ വിശ്വസിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നടരാജൻ അങ്കിളിന്റെ പിന്തുണ ഇപ്പൊ എനിക്കുണ്ട്. എന്റെ കാര്യത്തിൽ സുധിയുടെ അച്ഛനേക്കാൾ ഉത്തരവാദിത്തം അങ്കിളിനാണ്. ശബരിയെ കാണാൻ എന്നോട് പറഞ്ഞതും അങ്കിള് തന്നെയാണ്. നടരാജൻ സാറിന്റെ പിന്തുണ നിരഞ്ജനയ്ക്കുണ്ടെങ്കിൽ ആ പിടി വിടരുത്. വിശ്വനാഥൻ സാർ അയഞ്ഞു നിൽക്കുന്ന നിലയ്ക്ക് നടരാജൻ സാറ് കൂടെയുള്ളത് നിനക്കൊരു ബലം തന്നെയാണ്. അത് തന്നെ ഞാനും ഉദ്ദേശിക്കുന്നത്. എന്തായാലും സുധിയുടെ കുടുംബത്തിലെ ശക്തനായ ഒരാളുടെ പിൻബലം എനിക്ക് വേണം. അതിന് ഏറ്റവും പറ്റിയ ആൾ നടരാജൻ അങ്കിള് തന്നെയാണ്. അത് കഴിഞ്ഞേ ഞാൻ ശബരിയെ കാണുന്നുള്ളൂ. വരാൻ പോകുന്നത് അത്ര നല്ല നാളുകളല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ സുധിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു കറിവേപ്പില പോലെ എന്നെ എടുത്തു കളയാമെന്ന് ആര് വിചാരിച്ചാലും നടക്കില്ല. ശബരിയുടെ വാക്ക് വിശ്വസിച്ച് കുറച്ച് ദിവസം കൂടി ഞാൻ കാത്തിരിക്കും. അതിനിടയിൽ നമ്മളും നമ്മുടേതായ വഴിക്ക് ഒരു അന്വേഷണം നടത്തും. നീ ഫൈസിയോടൊന്ന് പറ, ഇതിൽ ഉപേക്ഷ വിചാരിക്കരുത്. നീ ഈ വിവരം എന്നെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ അതൊരു റോങ് ഇൻഫർമേഷൻ ആണെന്ന് ഫൈസി പറഞ്ഞിരുന്നു. നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഒരു പരാതി നിനക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഇതൊരു തെറ്റായ വിവരമാണെന്ന് അറിഞ്ഞിട്ടും ഫൈസി അന്വേഷണം തുടങ്ങിയത്. പക്ഷേ നീ ഇതിൽ വലിയ പ്രതീക്ഷയൊന്നും കാണിക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. നീ സമാധാനപ്പെട്. എന്നാ പിന്നെ ഞാൻ പോട്ടേടി. മോളെ, എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനാ? കുറച്ചു ദിവസം ലീവ് എടുത്താലോന്ന് എന്റെ ആലോചന. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? മനസ്സിനൊരു സ്വസ്ഥതയില്ല. ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും അതുണ്ടാവില്ല. ഓരോന്നോർത്ത് കൂടത്തേ ഉള്ളൂ. ജോലിക്ക് പോയാ മോളുടെ ഈ വീർപ്പുമുട്ടലിനൊക്കെ ഒരു ആശ്വാസമാകും. സുധി വീണ്ടും ബാങ്കിൽ വിളിച്ച് എന്റെ മനസ്സമാധാനം ഇല്ലാതാക്കും. ഇനി എനിക്ക് സുധിയുടെ കോൾ അറ്റൻഡ് ചെയ്തിരിക്കാനാവില്ല. സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മറ്റാരെ കൊണ്ടെങ്കിലും പറയിച്ചാലും സുധി ബാങ്കിലേക്ക് കയറി വരും. ഞാൻ ലീവിലാണെന്നറിഞ്ഞ സുധി ഒന്ന് അടങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. അടങ്ങില്ല മോളെ. മോള് ലീവിലാണെന്ന് ആരെങ്കിലും പറഞ്ഞാ അത് അവരെ കൊണ്ട് പറയിപ്പിച്ചെന്നല്ലേ കരുതൂ. സുധി സാറ് നേരെ ബാങ്കിലേക്ക് വരിക തന്നെ ചെയ്യും. അവിടെ മോളില്ലെന്നറിഞ്ഞ നേരെ ഇങ്ങോട്ട് പോരും. ഈ വീട് കണ്ടുപിടിക്കാനൊന്നും സുധി സാറിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരിക്കൽ ശബരി ഇവിടെ വന്നിട്ടുള്ളതല്ലേ. അത് സുധി സാറിനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ ലീവ് എടുക്കുന്ന കാര്യമൊന്നും മോള് ചിന്തിക്കാനേ പോവണ്ട. ജീവിതത്തിൽ മോൾ എന്തെല്ലാം നേരിട്ടിട്ടുള്ളതാ. ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യം. നിങ്ങൾ തമ്മിലൊന്ന് കണ്ട മോളുടെ ഈ വിഷമങ്ങളൊക്കെ മാറും. ജീവിതത്തിൽ ഒരിക്കലും സുധി സാറിനെ കാണില്ലെന്നുള്ള തീരുമാനമാണ് ആദ്യം മാറ്റേണ്ടത്. സുധി സാറ് വിളിച്ചാലേ മോള് ഫോൺ എടുക്കണം. നേരിൽ കാണാൻ വന്നാൽ ഒരു പരിചയക്കാരനെ കണ്ടതുപോലെ പെരുമാറണം. സംസാരിക്കാൻ താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ മോളത്ത് പ്രകടിപ്പിക്കണം. വലിയ വിവരങ്ങളൊന്നും കാത്തു ചേച്ചിക്കില്ല. പക്ഷേ ഉള്ള അറിവ് വെച്ച് പറഞ്ഞതാ. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനം കിട്ടാതെ പോകുന്നത്. ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ മോള് പോയി കിടക്കാൻ നോക്ക്.
കാല് നിലത്തുറക്കാതെയാണല്ലോ ഇന്നും സുധിയുടെ വരവ്. ഇന്നെന്താ സുധി പത്തനംതിട്ടയ്ക്ക് പോയോ? അല്ല, ഇന്നത്തെ വരവ് കണ്ട പത്തനംതിട്ടയ്ക്ക് പോയി അർച്ചനെ കണ്ടിട്ടാ വരുന്നതെന്ന് തോന്നും. ഞാൻ പറഞ്ഞപ്പോ എന്താ സുധിക്കൊരു സർപ്രൈസ് പോലെ. അർച്ചന അവിടെ അല്ലേ ജോലി ചെയ്യുന്നത്? അർച്ചന ജോലി ചെയ്യുന്ന ബാങ്ക് വരെ എനിക്കറിയാം. അവളെ നേരിൽ കാണുമെന്ന് തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. പിന്നെ എന്താണ് നീ പോയി കാണാത്തത്? അർച്ചനെ ഇപ്പൊ ചെന്ന് കാണേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പോവും. ഇപ്പോഴല്ല, സുധി അവളെ കണ്ടതിന് ശേഷം. തനിച്ചായിരിക്കില്ല ഞാൻ അർച്ചനെ കാണാൻ പോകുന്നത്. കൂടെ എന്റെ കുഞ്ഞും ഉണ്ടാവും. ഞാനും എന്റെ കുഞ്ഞും അവളെ കാണാൻ പോകുന്നത് ബാങ്കിലേക്കായിരിക്കും. പോയിട്ട് വെറുതെ അർച്ചനെ കണ്ട് മടങ്ങി വരികയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പോലും ഞാൻ മടിക്കില്ല. നിരഞ്ജന, നീ സുധി അലറണ്ട. എന്നെ എന്റെ കുഞ്ഞിനെ അനാഥരാക്കി എന്റെ ഭർത്താവിനെ പിടിച്ചെടുക്കാനുള്ള അർച്ചനയുടെ ശ്രമത്തെ എനിക്ക് തടഞ്ഞേ പറ്റൂ. ഞാനത് ചെയ്യും. കൊള്ളാം മോളെ, ഇപ്പോഴാ നീ ശരിക്കും ഒരു ഭാര്യയായി. നീ ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഇവൻ ഇത്രയ്ക്ക് വഴിവിട്ട് പോവില്ലായിരുന്നു. നിങ്ങളെ ആരാ ഇപ്പം കൊണ്ട് ക്ഷണിച്ചത്? ഇറങ്ങി പോടുന്നു. ആഹാ, നീ എന്താടി പറഞ്ഞത്? അർച്ചനയെ പോയി കാണുന്നു എന്നാ ചെല്ലടി, ചെന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്യ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് ഞാൻ പോവും. അതിനു മുമ്പ് സുധി അവളെ ഒന്ന് ചെന്ന് കാണണം. സുധിക്ക് അതിന് ധൈര്യമുണ്ടോ? കാണുക മാത്രമല്ല, അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവരികയും ചെയ്യും. അത് തടയാൻ കഴിയോടെ നിൽക്കാം. കഴിയും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കത്തില്ല. എടീ, ആഹാ, തൊട്ടു പോകരുത് എന്റെ കുഞ്ഞിനെ. മാറി നിൽക്കുന്നു. എന്നാ നീ തല്ലടാ. എന്താടാ നിനക്ക് തല്ലണ്ടായി? ഭാര്യയുടെ ദേഹത്ത് കൈവച്ചാണോടാ ആണത്തം കാണിക്കുന്നത്? ആ ചിമ്മ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇവൻ നിന്റെ ദേഹത്ത് കൈവെക്കുന്നത് ഞാൻ കണ്ടോണ്ട് നിൽക്കണോ? ആ ചിമ്മയോടൊന്ന് പുറത്തേക്ക് പോവാനാ പറയുന്നത്. അച്ചിമെന്ന് വന്നേ. വാ അച്ചിമേ. വാ അച്ചിമേ. വിടുമോളെ എന്നെ. അച്ചിമ എന്തിനാ ഇപ്പൊ മുകളിലേക്ക് കയറി വന്നേ? ഞാൻ വരാതിരുന്നെങ്കിൽ മോളെ അവൻ തല്ലിക്കൊന്നേനെ. അവന്റെ ഒരു അടി കൊള്ളാനുള്ള ശക്തി മോക്കുണ്ടോ? അവൻ കൈ ഉയർത്തിയപ്പോ തൊട്ടു പോകരുതെന്ന് മോളെന്താ പറയാതിരുന്നത്? ആണൊരുത്തൻ കൈ ഉയർത്തിയാൽ അത് പിന്നെ ഒരു ശീലമായി മാറും. അത് പിന്നെ സുധി അപ്പ തോന്നിയ ഒരു ദേഷ്യത്തിന് ഒന്ന് കൈ പൊക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ എന്നെ തല്ലാനൊന്നും സുധിക്ക് കഴിയില്ല. അതൊക്കെ മോളുടെ തോന്നലാ. അവൻ തല്ലുക മാത്രമല്ല, വേണമെങ്കിൽ കൊല്ലുകയും ചെയ്യും. ഈ സംഭവം അത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല. നീ ഇത് ഇപ്പൊ തന്നെ പെരുമ്പടപ്പിൽ വിളിച്ച് വിശ്വനാഥ സാറിനെ അറിയിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാളെ രാവിലെ തന്നെ വിശ്വനാഥൻ സാറും ജയന്തി ഇവിടെ എത്തും. ഇതിനൊരു പരിഹാരവും കാണും. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ആച്ചിയമ്മേ? നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഈ പ്രശ്നം വഷളാക്കാൻ പാടില്ല. വഷളാക്കുന്ന അല്ല മോളെ, ഇതങ്ങനെ നിസ്സാരമാക്കി വിട്ടാ പറ്റില്ല. ദേ, മോൾക്ക് അവരെ വിളിച്ച് വിവരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയും. ഞാൻ എന്തായാലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കിക്കോ ആച്ചിയമ്മേ. ഞാനിവിടെയുള്ള കാര്യം നിരഞ്ജന എങ്ങനെ അറിഞ്ഞു? സുധി നടത്തിയതുപോലൊരു നീക്കം അവള് നടത്തിക്കാണും. ആ കാര്യത്തിൽ സുധിയേക്കാൾ ഹോൾഡ് നിരഞ്ജനയ്ക്കുണ്ട്. അർച്ചന പത്തനംതിട്ടയിൽ എവിടെയുണ്ടെന്ന് മാത്രമേ നിരഞ്ജന ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളൂ. താൻ ഇവിടെയുണ്ടെന്നുള്ള കാര്യമൊന്നും ഇതുവരെ അവൾ അറിഞ്ഞിട്ടില്ല. പത്തനംതിട്ട വരെ എത്തിയ സ്ഥിതിക്ക് നിരഞ്ജനയ്ക്ക് ഇനി റാന്നിയിലെത്താൻ അധിക സമയമൊന്നും വേണ്ട. അവൾ വരുന്നത് അർച്ചനയെ കണ്ട് തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കരുതെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയാ. പിന്നെ നിങ്ങൾ വിചാരിച്ച നിരഞ്ജനെ തടഞ്ഞു നിർത്താൻ കഴിയില്ലേ സാർ? സാർ എന്നെ അന്വേഷിച്ച് കണ്ടെത്തിയെന്ന് അവളോട് പറയണം. എന്റെ ഭാഗത്ത് നിന്ന് നിരഞ്ജനയ്ക്കോ കുഞ്ഞിനോ ദോഷം വരുത്തുന്നോ ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തൊന്നും പറയണം. അതിലും നിരഞ്ജന അടങ്ങിയില്ലെങ്കിൽ കുഞ്ഞിനെ
നിരഞ്ജനെ തിരിച്ചു പിടിക്കാനുള്ള നീക്കത്തിലാണ് ഞാനെന്ന് പറഞ്ഞാൽ മതി. അതറിഞ്ഞാ പിന്നെ അവൾ എന്നെ കാണാൻ ധൈര്യപ്പെടില്ല. അർച്ചന ഈ പറയുന്നതൊന്നും നിരഞ്ജനയുടെ മുന്നിൽ വിലപ്പോവില്ല. ഞാൻ അർച്ചനയെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അവളെ അർച്ചനയുടെ മുന്നിൽ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കുന്നതല്ലേ നല്ലത്. ഫൈസി പറയുന്നത് സത്യമാണ്. സുധിയെ കടിഞ്ഞാണിട്ട് നിർത്താൻ അവള് കാണുന്നത് അർച്ചനയെ മാത്രമാണ്. അർച്ചനയെ ആലീസായി മൂന്നാറിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു അപകടം വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. അന്ന് നമ്മൾ അവളോട് ചെയ്ത ചതി ഇപ്പൊ നമുക്ക് നേരെ തിരിഞ്ഞു കുത്തുകയാണ്. നമ്മളിത് എങ്ങനെ തരണം ചെയ്യും ഫൈസി? നിരഞ്ജന എന്റെ മുന്നിലേക്ക് വന്ന ആത്മഹത്യയല്ലാതെ എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. അവളുടെ മുന്നിൽ ഒരു പെരുങ്കള്ളിയായി എനിക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വരാതെ നോക്കേണ്ടത് സാറും മാഡമോ? എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? ജീവിതത്തിൽ ഇതുവരെ ഒറ്റപ്പെടലുകളും ഒരുപാട് വേദനകളും അനുഭവിച്ചവളാണ് ഞാൻ. എനിക്ക് വേണ്ടി ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചിട്ടില്ല. സുഖവും സന്തോഷവും എന്തെന്ന് ഞാൻ അറിയുന്നത് ഞാൻ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങളിലെ പ്രകാശം കാണുമ്പോൾ. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും ഒരു ജോലിയായിരുന്നു. ജോലി കിട്ടിയ അതിന്റെ തണലിൽ ജീവിക്കാമെന്ന് ഞാൻ കരുതി. എന്നിട്ടും സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാനുള്ള യോഗം ഈശ്വരൻ എനിക്ക് തന്നില്ല. അർച്ചനയുടെ ജീവിതം ഇങ്ങനെയാണെന്ന് ദൈവം വിധി എഴുതിയിട്ടുണ്ടാവും. എന്റെ വിധിയല്ലാതെ ഞാൻ പിന്നെ ആരെ പഴിക്കാതെ. അർച്ചന ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അർച്ചനയ്ക്ക് ടെൻഷൻ ഉണ്ടാവുന്ന ഒന്നും ഉണ്ടാവില്ല. തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ഗൂഗിൾ മടങ്ങിയെത്തിയപ്പോൾ റോസ്മെല്ലാകെ പ്രശ്നങ്ങളാണല്ലോ. അതെ അതെ, എന്ത് പറയാനാ, ജീവിക്കാൻ സമാധാനമുള്ളൊരു നാടായിരുന്നു ഇത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ വന്നാൽ നേരിട്ടല്ലേ പറ്റൂ. രായപ്പനെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. അശോകനും കൂടെ ഒന്ന് പോവായിരുന്നു. ആശാൻ വിളിച്ച് എന്നോടൊരു വാക്ക് പറയണ്ടേ? ഞാൻ ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത് ആശാൻ പോലീസ് സ്റ്റേഷനിൽ പോയെന്ന്. നമുക്കതുവരെ ഒന്ന് പോയാലോ? ആ, ഇനിയിപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല. രായപ്പൻ ഇപ്പോൾ വരും. ഈ മണിയാശാനെ കണ്ടില്ലല്ലോ, അയാൾ ഇതെവിടെ പോയി? മണിയാശാൻ മംഗലാപുരത്ത് പോയി. അയാളുടെ മോളെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന അവിടെയാ. അവിടെ എന്തോ ആവശ്യം പറഞ്ഞാ പോയത്. ഇതൊന്നുമല്ല, ചെവള വരുന്ന വിവരം അറിഞ്ഞ് പേടിച്ച് സ്ഥലം വിട്ടതാ. ഇനി അടുത്ത കാലത്തൊന്നും അയാളെ പ്രതീക്ഷിക്കണ്ട. അത് ശരിയാ. കളരിയാശാരെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും ആളൊരു പേടിത്തൊണ്ടരാ. പണ്ട് കള്ളുകാർത്തിയാനയുടെ വീട്ടിൽ പോയി ഉടക്കുണ്ടായപ്പോഴേ ആശാൻ ഓടിത്തള്ളിയതാ. കള്ളുകാർത്തിയാനയുടെ അടി കൊണ്ടത് ഞാനും. ആശാൻ വന്നല്ലോ. ആ, പോയിട്ട് എന്തായാലയപ്പാ കാര്യങ്ങൾ? ചെവളയുമായുള്ള ബന്ധങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് കരുതിയിരിക്കാൻ എസ് ഐ പറഞ്ഞേ. ചെവള കേരളത്തിലെവിടെയുണ്ടെന്നാണ് പോലീസിന് ഇതുവരെ കിട്ടിയ വിവരം. അവൻ ഇടയ്ക്കിടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വിഡിത്തം കാണിക്കൂ? അവൻ ഉപയോഗിക്കുന്നത് അവന്റെ സഹായി മുത്തുവിന്റെ സിമ്മ. അവനിപ്പോ പോലീസ് കസ്റ്റഡിയില്ല. ആ വിവരമൊന്നും ചെവളയ്ക്കറിയില്ല. എല്ലാവരും ഒന്ന് സൂക്ഷിക്കണമെന്ന് എസ് ഐ പറഞ്ഞേ. എന്ത് വിവരം കിട്ടിയാലും അപ്പോൾ തന്നെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രായപ്പൻ വിഷമിക്കണ്ട. എന്തു വന്നാലും ഈ നാട്ടുകാരെല്ലാം രായപ്പന്റെ കൂടെ ഉണ്ട്, അല്ലേ കൂടെ? ആ, നിങ്ങൾ വാ, നമുക്കൊരു ചായ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ചർച്ച ചെയ്യാം. നടക്കാം. നമുക്ക് പാൽ കുടിക്കാം. നമുക്ക് പാൽ കുടിക്കാം കേട്ടോ. പാല് കുടിക്കുന്നുണ്ടോ മോളെ? കുറച്ച് മടിയാ, എന്നാലും കുടിക്കുന്നുണ്ട്.
ആരോ വന്നല്ലോ. അച്ഛമ്മയൊന്ന് നോക്കൂ ആരാണെന്നോ. ആ വാ. ആ എന്റെ അച്ഛനും അച്ഛമ്മയും വന്നല്ലോ. ആ വാ. ആഹാ. ഓ ഓ ഓ ഓ. ആഹാ. മോനെ, മക്കളെ, ഇങ്ങോട്ട് വരുന്ന കാര്യം അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞില്ലല്ലോ. അതെന്ത് പറച്ചില്ല മോളെ, വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്. ആര് വിളിച്ചെന്ന് അച്ഛൻ പറയുന്നേ? ഞാൻ തന്നെയാ വിളിച്ചത്. ഇന്നലെ ഈ വീട്ടിൽ സംഭവിച്ചത് അത്ര പെട്ടെന്ന് മറന്നു കളയാൻ പറ്റുന്ന കാര്യമാണോ? അതൊക്കെ ഇവിടെ പതിവായി നടക്കുന്ന കാര്യങ്ങളല്ലേ. അതിനെന്തിനാ അച്ഛമ്മ അച്ഛനെയും അമ്മയും വിളിച്ച് ബുദ്ധിമുട്ടിച്ചത്? ഇതിനു മുമ്പൊക്കെ സുധി കുടിച്ചിട്ട് വന്നിട്ട് സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അവൻ അടിക്കാൻ വേണ്ടിട്ട് ഇവളുടെ നേരെ കൈ ഓങ്ങി. ബഹളം കേട്ട ആ സമയത്ത് ഞാൻ കയറി വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ചേനെ. അവന്റെ ഒരടി താങ്ങാനുള്ള കരുത്തുണ്ടോ എന്റെ കുഞ്ഞിന്? ഞാൻ ഇവരെ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ ഇനിയും അവനത് ചെയ്യും. ഭാര്യയുടെ ദേഹത്ത് കൈവെക്കുന്നത് വലിയ ആണത്തമാണെന്നാ ചിലരുടെയൊക്കെ വിചാരം. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ജയന്തിയോട് ചോദിക്കുക, ജയന്തിയോട് ഇതുപോലൊക്കെ തന്നെയാണോ സാറ് പെരുമാറുന്നത്? അച്ഛമ്മേ, മോളൊന്നും മിണ്ടാതിരുന്നേ. കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോ ആരായാലും ചോദിച്ചു പോകും. അല്ല, എന്ത് ധൈര്യത്തിലാ അവൻ ഇവളുടെ നേരെ കൈയോങ്ങിയത്? അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടൊക്കെ അംഗീകരിച്ചു കൊടുക്കാഞ്ഞതുകൊണ്ടാണോ? ദേ, നിങ്ങൾ ചെന്ന് അവനോടൊന്ന് സംസാരിക്കുക. ഇനി എന്റെ കുഞ്ഞിന്റെ നേരെ അവൻ കൈയോങ്ങരുത്. അവനോട് ഉണ്ടോ? സുധി മോളിലുണ്ട് അച്ഛ. മോളും കൂടി വാ. ആ മോനെ എങ്ങത്താ മോനെ. അയ്യോടാ. ആ പോട്ടെ പോട്ടെ, വാ 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 വാ. എന്താടാ ഞങ്ങൾ ഈ കേൾക്കുന്നത്? നീ നിരഞ്ജനയുടെ നേരെ കൈവരെ ഓങ്ങിന്നാണല്ലോ പറയുന്നത്. ഓ, അപ്പൊ അത് ചോദിക്കാനാണോ നിങ്ങൾ രണ്ടാളും കൂടി എറണാകുളം വരെ ഓടി വന്നത്? വീടാകുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിൽ അത് ബെഡ്റൂമിൽ തന്നെ ഒതുങ്ങണം. മറ്റുള്ളവരെ അതിൽ ഇടപെടുത്തരുത്. ആരെ ഇടപെടുത്തിയെന്ന് അച്ഛനീ പറയുന്നത്? ആ സ്ത്രീ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചെവിയും വട്ടം പിടിച്ച് വന്നിട്ടല്ലേ ഓരോന്ന് കേൾക്കുന്നത്? എന്റെ ചോദ്യത്തിന് നീ മറുപടി പറ. നീ ഇവളെ തല്ലാൻ ശ്രമിച്ചോ? എന്തിന് ഞാൻ ഇല്ലാന്ന് പറയണം? ഭാര്യയെ തല്ലുന്നതാണോടാ ആണത്തം? അമ്മ കാര്യം അറിയാതെ വെറുതെ ദേഷ്യപ്പെടരുത്. ഞാൻ ആരുടെ അടുത്തും വഴക്കിന് പോയിട്ടില്ല. ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പിന്നെയും എന്റെ നേരെ വന്ന സഹിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്താ സംഭവിച്ചതെന്ന് അമ്മ ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്. നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഇവളല്ലേ? ഇവള് പറയട്ടെ. എന്താ, നിനക്കപ്പോ ഒന്നും പറയാനില്ലേ? ഇവള് എന്നോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇവള് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അർച്ചനയെ കാണാൻ ബാങ്കിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ആരെ ഭയപ്പെടുത്താനാ? ഞാൻ ആരെയും ഹരാസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ. അതിനി മാറാനും പോകുന്നില്ല. അത് മനസ്സിലാക്കി അതനുസരിച്ച് നിൽക്കാൻ പറ്റുന്നവർക്കൂടെ നിൽക്കാം, അല്ലാത്തവർക്കൊക്കെ പോവാം. അങ്ങനെ പറഞ്ഞ് എന്നെയും കുഞ്ഞിനെ ഇവിടെ നിന്ന് പടിയിറക്കി വിടാമെന്ന് സുധി കരുതണ്ട. സുധി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഞാനും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കുഞ്ഞിനൊരച്ഛൻ വേണം. അച്ഛനില്ലാത്ത കുഞ്ഞായി അവൻ വളരാൻ പാടില്ല. സുധിയെ വിട്ട് ഞാൻ എങ്ങും പോവാൻ പോകുന്നില്ല. എങ്ങനെയൊക്കെ എന്നെ അവഗണിക്കാൻ നോക്കിയാലും സുധി എവിടെയുണ്ടോ അവിടെ ഞാനും എന്റെ മോനും ഉണ്ടാവും.